ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു തേൻ നെല്ലിക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു തേൻ നെല്ലിക്ക ആണത്. അതായത് ഉണ്ടാക്കി പിറ്റേ ദിവസം തൊട്ട് തന്നെ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ഈ തേൻ നെല്ലിക്ക എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ നെല്ലിക്ക നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ നെല്ലിക്കയും എടുത്തിട്ട് നന്നായിട്ട് അതിലെ വെള്ളം നനവൊക്കെ തുടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഓരോ നെല്ലിക്കയും അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു തോർത്തെടുത്തിട്ട് ഓരോ നെല്ലിക്കയുടെയും വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെല്ലിക്കയിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒരു ഹോളിട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് ഒരു നെല്ലിക്കയുടെ എല്ലാ ഭാഗത്തും കുറച്ച് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ നെല്ലിക്കയും നമുക്ക് ഇതേപോലെ ഒന്ന് ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുത്തി കൊടുക്കുമ്പോൾ കയ്യമ്മയൊക്കെ കൊള്ളാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഫോർക്ക് വെച്ചിട്ട് എല്ലാ നെല്ലിക്കയും കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കിലോ പനങ്കൽക്കണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോ നെല്ലിക്കയ്ക്ക് 3/4 കിലോ പനങ്കൽക്കണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പനങ്കൽക്കണ്ട് എടുക്കുകയാണ് കൂടുതൽ നല്ലത് കേട്ടോ. ഇത് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ പനങ്കൽക്കണ്ട ഒന്ന് മെൽറ്റായി വരാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ പനങ്കൽക്കണ്ട നന്നായിട്ട് മെൽറ്റായി വരണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പനങ്കൽക്കണ്ടമൊക്കെ ഇവിടെ പകുതി മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ ഫോർക്ക് കൊണ്ട് കുത്തി വെച്ചിട്ടുള്ള നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ നെല്ലിക്കയൊക്കെ നല്ല കളർ മാറി ചുങ്ങി വരണ വരയ്ക്ക് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഒരു കുറച്ച് നേരമുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ. പക്ഷേ തീ ലോ ഫ്ലെയിമിലായിട്ടായ കാരണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക വേണ്ടോ. മറ്റുള്ള പണികളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട് നമ്മൾ നെല്ലിക്ക അടുപ്പത്ത് വെച്ച് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തു തുടങ്ങിയിട്ട്. ഇപ്പോൾ കുറേശ്ശെയൊക്കെ നെല്ലിക്ക ചുങ്ങി വരുന്നുണ്ട്. ഇനിയും ആയിട്ടില്ല. നന്നായിട്ട് തന്നെ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നെല്ലിക്ക ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് കൊടുത്തു തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ശർക്കര പാനിയിൽ നിന്ന് കുറച്ച് ഒരു വെള്ളത്തിലേക്ക് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ ഉരുണ്ട് വരുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം. ഒരു നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ഈ നന്നായിട്ട് പതം അങ്ങനെ പൊന്തി വരും. അതാണ് കേട്ടോ മറ്റൊരു നമുക്കറിയാനുള്ളത്. നന്നായിട്ട് പതം അങ്ങനെ പൊന്തി വരും. അതാണ് നമുക്കറിയാനുള്ള ഒരു വഴി. അപ്പോൾ ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടിയും ഒരു ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് ചൂടാറിയതിന് ശേഷം കാണാം.
അപ്പം നമ്മുടെ തേൻനെല്ലിക്ക ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. പിറ്റേ ദിവസത്തേക്ക് ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഒരു നെല്ലിക്ക എടുത്ത് ഇതേപോലെ നല്ല കറുത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ പിറ്റേ ദിവസത്തേക്ക് തന്നെ നമുക്ക് ഇതേപോലെ കഴിച്ചു തുടങ്ങാവുന്നതാണ്. കുറച്ചും കൂടി ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക. പക്ഷേ പിറ്റേ ദിവസം തൊട്ട് തന്നെ നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.